Hi friends, welcome back to our YouTube channel OMC Tech Travels. നമുക്കിന്ന് കുറച്ച് സ്പെഷ്യൽ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. നമുക്കത് ഔട്ട്ഡോറിൽ തന്നെ ഓപ്പൺ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് നേരെ ഒരു ലൊക്കേഷൻ നോക്കി പോകാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. GoPro Hero 9 നമ്മളിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ആമസോണിൻ്റെ പ്രൈസ് വരുന്നത് 41,000 രൂപയാണ്. AU കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് 10% അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 36,900 രൂപയാണ്. നമുക്കിത് പുറത്തുനിന്ന് അല്ലെങ്കിൽ വിദേശത്തുനിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം എമൗണ്ട് വരുന്നത് $500 US ഡോളർ. അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു 37,000 രൂപ വരും. കുവൈത്തിലാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 149 ദിനാറാണ്. അത് ഇവിടുത്തെ റേറ്റ് ഏകദേശം ഇന്നത്തെ കണക്ക് പ്രകാരം 39,000 രൂപയാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ബാങ്ക് ഓഫേഴ്സൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കാർഡിൻ്റെ അഡീഷണൽ ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് ഈ GoPro കുറഞ്ഞ പൈസക്ക് വാങ്ങിക്കാം. നമ്മൾ ഓൺലൈനിൽ നിന്ന് എങ്ങനെ എമൗണ്ട് സേവ് ചെയ്ത് പർച്ചേസ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ടൈറ്റ് പാക്കിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹീറോ 9 ബോക്സ്. ഈ കവറും കൂടി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് GoPro Hero 9 Black. ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷനാണ്, 3.0, 20 MP ക്യാമറ, 5K 30+ 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. വാട്ടറിൽ നമുക്കിത് 10 മീറ്റർ വരെ വാട്ടർ പ്രൂഫായിട്ട് നമുക്കിത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ലൈവ് സ്ട്രീമിംഗ് നമുക്ക് 1080p ലൈവ് സ്ട്രീമിംഗ് അവൈലബിൾ ആണ് ഇതിന്. പിന്നെ ഇതിൻ്റെ സൈഡ് ബോക്സിൽ എഴുതിയിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽസ്. അണ്ടർ വാട്ടർ 33 ഫീറ്റ്. വോയിസ് കൺട്രോൾ വളരെ എഫക്റ്റീവാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 8x സ്ലോമോ, ഡാറ്റ ഓവർലേസ്, ടൈം റാപ്പ് 3.0, ലൈവ് സ്ട്രീമിംഗ് 180p. വെബ്കാമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിതിനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു നല്ല കേസിൽ തന്നെയാണ് ഈ GoPro Hero 9 വരുന്നത്. Hero 5 ആണെങ്കിലും 6 ആണെങ്കിലും 7, 8 ഇതിലൊക്കെ ഇതുപോലൊരു ബോക്സ് നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ബോക്സിൽ തന്നെയാണ് വരുന്നത്. ഇതിനായിട്ട് സെപ്പറേറ്റ് നമുക്കൊരു പൗച്ച് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ബോക്സിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത പാട് കുറച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ബ്രൗഷേഴ്സ് കാര്യങ്ങളുണ്ട്. അവിടെ മാറ്റി വെക്കാം. ഇതിൽ പിന്നെ ഉള്ളത് ഒരു ഡാറ്റ കേബിളാണ്, USB-C ടൈപ്പ് ഡാറ്റ കേബിൾ. ഇതൊക്കെ ഹെൽമെറ്റിനൊക്കെ മൗണ്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസും കൂടിയുണ്ട്. ഇതൊരു സ്ക്രൂവും കൂടിയാണ്. പിന്നെ ഉള്ളത് ഒരു ബാറ്ററിയും കൂടിയാണ്. 1720 mAh ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. Hero 78ൻ്റെയും കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി കപ്പാസിറ്റി ഒരു 30% കൂടെ എക്സ്ട്രാ ഉള്ള ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ളത്. കുറച്ച് സൈസ് വലിയൊരു ബാറ്ററി തന്നെയാണിത്. നമുക്ക് ക്യാമറ കൂടി ഒന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ GoPro Hero 9.
7-8 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സൈസ് കൂടുതൽ തന്നെയാണ് ഇതിനുള്ളത്. നമുക്കിതിലൊന്ന് ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 158 ഗ്രാമാണ് ടോട്ടൽ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഈ ഡിവൈസിൻ്റെ മെയിൻ ഡിസ്പ്ലേ വരുന്നത് 2.27 ഇഞ്ചാണ്. ഇതിനൊരു ഫ്രണ്ട് ഡിസ്പ്ലേയും കൂടി അവൈലബിൾ ആണ്. ഈ ഗോപ്രോ സീരീസിൽ ആദ്യമായിട്ടാണ് ഈ ഫ്രണ്ട് ഡിസ്പ്ലേ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിവൈസ് 1.4 ഇഞ്ചാണ് സൈസ് വരുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു മോഡ് ബട്ടൺ കാണാം. അതിൻ്റെ മുകളിൽ നാൻ ബ്ലാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഭാഗത്തായി ഒരു റെക്കോർഡിംഗ് ബട്ടണും ക്യാപ്ചർ ബട്ടണും കൂടിയിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ കാണാം. ഇതിൻ്റെ ഫ്രണ്ടിൽ സ്പീക്കറും കൂടി ഇവിടെ കാണാം. ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ടാണ് ഈ ബാറ്ററി മൗണ്ട് ചെയ്യുന്ന പോർഷൻ വരുന്നത്. ഇത് നമുക്കിതിൻ്റെ ഉരിയ കാണാം. ഈ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്ന ഇതേ പോർഷനിൽ തന്നെയാണ് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ട പോർഷനും. USB-C ടൈപ്പ് കേബിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതും ഈ ബാറ്ററി കേസിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഈ കവറ് ഊരി വെക്കേണ്ടതായിട്ട് ആവശ്യം വരും. അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് ഈ ലെൻസ് റിമൂവബിൾ ലെൻസാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഡാമേജൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെൻസാണ്. ലെൻസ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് വേറെ കേസൊന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇൻബിൽട്ട് മൗണ്ട് തന്നെ നമുക്കിതിൽ ഇവിടെ അവൈലബിൾ ആണ്. അഥവാ ഈ മൗണ്ട് നമുക്ക് പൊട്ടിപ്പോയാൽ ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സ്ക്രൂ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൗണ്ടാണ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നമുക്ക് അഡീഷണൽ ഇതിന് കേസും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിത് മൊബൈലിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു മെയിൻ സവിശേഷത എന്നുള്ളത് ഈ ഫ്രണ്ട് സ്ക്രീൻ തന്നെയാണ്. നമുക്കിപ്പം വ്ളോഗൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ സ്ക്രീൻ നോക്കിയിട്ട് തന്നെ നമുക്ക് പൊസിഷൻ ചേഞ്ച് ആവാതെ നമുക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ ടച്ച് സ്ക്രീനല്ല, ബാക്കിൽ മാത്രമേ നമുക്ക് ഇതിന് ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ നമുക്ക് വേണമെങ്കിൽ ഓഫാക്കിയിട്ടിടാം. നമ്മുടെ ഈ സൈഡത്തെ മോഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കിവിടെ 3 മോഡ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒന്ന് വീഡിയോ മോഡ്, ഒന്ന് ഫോട്ടോ മോഡും, പിന്നെ ടൈം ലാപ്സ് മോഡും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഇതിനുള്ളത് ഹൊറിസോണ്ടൽ ലെവൽ മോഡ് എന്ന് പറഞ്ഞ ഒരു പുതിയ മോഡ് ഇതിന് അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ട് ഇതിൽ കാണിക്കാം. ഇപ്പം ഞാനത് എടുക്കുന്നില്ല. നമ്മൾ ഈ ഡിവൈസ് എത്ര ഷെയ്ക്കായാലും ഒരു ലിമിറ്റിൽ അധികം ഷെയ്ക്ക് ആവാതെ നമുക്ക് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഹൊറിസോണ്ടൽ ലെവലിംഗ് മോഡ് എന്ന് പറഞ്ഞ പുതിയൊരു മോഡ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമുക്ക് എടുത്തതിൽ തന്നെ ഇടാം. ഇതിൻ്റെ റെസൊല്യൂഷൻ സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5K റെസൊല്യൂഷൻ വരെ നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 5K 30 ഫ്രെയിം പെർ സെക്കൻഡ്, 4K 60 ഫ്രെയിം പെർ സെക്കൻഡ്, 180 240 ഫ്രെയിം പെർ സെക്കൻഡ് ഇതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. റെക്കോർഡിംഗ് ബട്ടൺ നമ്മളിതിൽ പ്രസ് ചെയ്യാതെ തന്നെ 30 സെക്കൻഡ് മുമ്പേ ഉള്ള ഒരു വീഡിയോ നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമുക്കിനി എടുത്തു നോക്കാം. ഈ ഗോപ്രോ 5 ആണിത്. ഇതിൻ്റെ വെയിറ്റും സൈസും നോക്കി നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 117 ഗ്രാമാണ്. ഇതിൻ്റെ സൈസ് തന്നെ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബൾക്കി സൈസായിട്ട് തന്നെയാണ് ഈ ഡിവൈസ് ഉള്ളത്. ഇതിൻ്റെ വെയിറ്റ് 158 ഗ്രാം. ഞാൻ ഈ ഡിവൈസിൽ ഇടാൻ വേണ്ടിയിട്ട് മെമ്മറി കാർഡ് പർച്ചേസ് ചെയ്തത് സ്ട്രോണ്ടിയത്തിൻ്റെയാണ്. നമ്മളിതിൽ മെമ്മറി കാർഡ് ചൂസ് ചെയ്യുമ്പോൾ ഈ ക്ലാസ് 10 സീരീസിലുള്ള മെമ്മറി കാർഡ് തന്നെ നമുക്കിതിൽ വാങ്ങണം. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ എടുക്കുന്ന വീഡിയോസ് വളരെ ലാഗാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതിൻ്റെ മെമ്മറി സ്ലോട്ട് മൈക്രോ കാർഡ്
SD മെമ്മറി സ്ലോട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അഡാപ്റ്ററൊന്നും യൂസ് ചെയ്യേണ്ട, ഡയറക്റ്റ് തന്നെ മൈക്രോ കാർഡ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് സാമ്പിൾ വീഡിയോസ് നമുക്ക് എടുത്തു നോക്കാം. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് 4 നില ഹൈറ്റിലുള്ള ബിൽഡിങ്ങിൽ നിന്നാണ്. ഇത് ടൈം ലാപ്സ് വീഡിയോസിൻ്റെ സാമ്പിൾസ് ആണ്. സ്ലോമോ സാമ്പിൾ. വോയിസ് ചെയ്യാനൊന്ന് ചെക്ക് ചെയ്യാണ്. ഇപ്പം നല്ല ഫാസ്റ്റ് തന്നെയാണ് വണ്ടി പോകുന്നത്. ഇതിൽ നിന്നുള്ള ഹൈ സ്മൂത്ത് മൂവ്മെന്റ് ചെക്ക് ചെയ്യാണ്. നല്ല സ്റ്റെബിലിറ്റി ഉള്ള വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത്. സാമ്പിൾ ഫോട്ടോ. ഈ ഫ്രണ്ട് ഡിസ്പ്ലേയും ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും പിന്നെ ഈ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് ഹൈക്കാക്കിയതും കൂടിയാണ് എനിക്കിതിൻ്റെ മെയിനായിട്ടുള്ള സവിശേഷതയായിട്ട് തോന്നിയത്. നമുക്കുള്ള ഇനിയുള്ള ട്രാവൽ വീഡിയോസിലൊക്കെ നമുക്ക് ഈ GoPro 9ൻ്റെ വീഡിയോസായിട്ട് നമുക്ക് കാണാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ മാത്രം ഒന്ന് പ്രസ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.